ഓക്കെ. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്. നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഭാഗം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ഭാഗത്തിൽ എന്താണ് കോർപ്പറേഷൻസ് എന്നും എന്താണ് ഗവേണൻസ് എന്നും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്നും പിന്നെ കോർപ്പറേഷൻസ് അഥവാ കമ്പനികളുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞതാണ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഓർ ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് നമ്മൾ കോർപ്പറേഷൻസ് അഥവാ കമ്പനികൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോർപ്പറേഷൻസ് ഓർ കമ്പനീസ് ആർ ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് നമ്മൾ കോർപ്പറേഷൻസ് അഥവാ കമ്പനികൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ഈസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷണൽ എൻറ്റിറ്റി. ഒരു ഓർഗനൈസേഷണൽ എൻറ്റിറ്റിയുടെ അഫയേഴ്സിനെ ഡയറക്റ്റ് ചെയ്യും കൺട്രോൾ ചെയ്യുന്ന മാനറിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗവേണൻസ് മീൻസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷണൽ എൻറ്റിറ്റി. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന മാനറിനെയാണ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ദ അഫയേഴ്സ് ഓഫ് എ കോർപ്പറേഷൻ. ഒരു കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്ന മാനറിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പിന്നെ പെർപെച്വൽ സക്സഷൻ ആണ്, കോമൺ സീൽ ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്കടുത്ത് പറയാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ. ഒന്നാമത്തത് സിസ്റ്റമാറ്റിക്, രണ്ടാമത്തത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ, മൂന്നാമത്തത് മാനേജ്മെൻറ്റ്, നാലാമത്തത് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്, അഞ്ചാമത്തത് ട്രാൻസ്പെറൻസി, 6 പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്, 7 അക്കൗണ്ടബിലിറ്റി, 8 ബേസ്ഡ് ഓൺ എത്തിക്സ്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക്. Corporate governance is very systematic. It is based on laws, procedure, practice, rules, etc. All these laws are made to increase the wealth of the shareholders and to protect the rights of all stakeholders of the company. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിസ്റ്റമാറ്റിക്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്, നിയമപ്രകാരമോ അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമമുണ്ട്, പ്രാക്ടീസ്, റൂൾസ് എക്സെട്ര. ചില നിയമങ്ങളെ അനുസരിച്ചിട്ടോ ലോകളെ അനുസരിച്ചിട്ടോ പ്രൊസീജിയറുകൾക്കനുസരിച്ചോ പ്രാക്ടീസിനനുസരിച്ചോ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നടപ്പിലാവുന്നത്. ആൾ ദീസ് ലോസ് ആർ മെയ്ഡ് ടു ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ നിയമങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും റൈറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സ്ഥിരതയാർന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രവർത്തനമാണ്. അതിൽ നിയമപ്രകാരമുള്ള ചില ലോകളുണ്ട്, പ്രൊസീജിയറുകളുണ്ട്, പ്രാക്ടീസുകളുണ്ട്, റൂൾസുകളുണ്ട്. ആൾ ദീസ് ലോസ് ആർ മെയ്ഡ് ടു, ഈ ലോകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നും ആൻഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും റൈറ്റ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തത് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആൾ ഓവർ ദ വേൾഡ്. It is given a legal recognition in many countries. All companies must use corporate governance voluntarily. കോർപ്പറേറ്റ് ഗവേണൻസിന് എന്തുണ്ട്? യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. യൂണിവേഴ്സൽ എന്നാൽ ആഗോളതലത്തിൽ പ്രാധാന്യം ഉണ്ടെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ പറഞ്ഞാൽ
ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ കമ്പനീസ് ആൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള എല്ലാ കമ്പനികളും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇത് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ഗിവൻ ആസ് എ ലീഗൽ റെക്കഗ്നിഷൻ ഇൻ മെനി കൺട്രീസ്. ചില രാജ്യങ്ങളിൽ അതെല്ലാം ഒരു നിയമപരമായിട്ടുള്ള അംഗീകാരമായിട്ട് അതിനെ കണക്കാക്കിയിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് അതിനെ ഒരു നിയമപരമായ റെക്കഗ്നിഷനായിട്ട് വരെ കണക്കാക്കിയിട്ടുണ്ട്. ആൾ കമ്പനീസ് മസ്റ്റ് യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറിലി. എല്ലാ കമ്പനികളും കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറിലി ആയിട്ട് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് എല്ലായിടത്തും ഒരേ രീതിയിൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. യൂണിവേഴ്സലി പറഞ്ഞാൽ വേൾഡ് മുഴുവനായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസ് ആൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനുള്ള എല്ലാ കമ്പനികളിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് യൂണിവേഴ്സൽ അപ്ലിക്കേഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൻ ആസ് എ ലീഗൽ റെക്കഗ്നിഷൻ ഇൻ മെനി കൺട്രീസ്. പല രാജ്യങ്ങളിലും ഇതൊരു ലീഗൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അംഗീകാരമായിട്ട് വരെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. ആൾ ദ കമ്പനീസ് മസ്റ്റ് യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറിലി. എല്ലാ കമ്പനികളും കോർപ്പറേറ്റ് ഗവേണൻസ് യൂസ് ചെയ്യുന്നത് വോളണ്ടറിലി അല്ലെങ്കിൽ സ്വമേധയാ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. മാനേജ്മെൻറ്റ്, മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് എ കമ്പനി ഈസ് മാനേജ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നോട്ട് ജസ്റ്റ് ഫോർ ദ ബെനഫിറ്റ്സ് ഓഫ് എ ഫ്യൂ ടോപ്പ് മാനേജേഴ്സ്. അതായത് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻഷുവേഴ്സ് എ കമ്പനി ഈസ് മാനേജ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് ഫോർ ദ ബെനഫിറ്റ്സ് ഓഫ് എ ഫ്യൂ ടോപ്പ് മാനേജേഴ്സ്. ഒരു കൂട്ടം ടോപ്പ് മാനേജേഴ്സിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രമല്ല, പകരം ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് ദാറ്റ് എ കമ്പനി ഈസ് മാനേജ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ ദ ബെനഫിറ്റ്സ് ഓഫ് എ ഫ്യൂ ടോപ്പ് മാനേജേഴ്സ്. ഒരു ടോപ്പ് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്യൂ ടോപ്പ് മാനേജേഴ്സിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈച്ച് ആൻഡ് എവറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നാലാമത്തേതാണ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിവെൻറ്റ്സ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ ഫ്രം ഹാവിങ് ടു മച്ച് പവർ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ്സ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ, ഏതൊരു സിംഗിൾ ഇൻഡിവിജ്വൽസിനെയും ഫ്രം ഹാവിങ് ടു മച്ച് പവർ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ കൂടുതൽ പവർ ഇൻവോൾവ് ചെയ്യുന്നതിനെ തടയുന്നുണ്ട്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിവെൻറ്റ്സ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽസിനെ ഫ്രം ഹാവിങ് ടു മച്ച് പവർ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ ടു മച്ച് പവർ കൊണ്ടുവരുന്നതിനെ തടയുന്നുണ്ട്. ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ കൂടുതൽ പവർ അല്ലെങ്കിൽ അധികാരം വിനിയോഗിക്കുന്നതിനെ തടയുക എന്നതുകൂടി കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഫീച്ചറാണ്. പവർ ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അധികാരം വേണം, അതുപോലെ തന്നെ സ്വാധീനം വേണം. പക്ഷേ ഒരു വ്യക്തിയുടെ തന്നെ സ്വാധീനമോ അധികാരമോ ഒരു കോർപ്പറേഷനെ നയിക്കുന്ന രീതിയിലേക്കുള്ള പ്രവണതയെ പ്രിവെൻറ്റ് ചെയ്യലും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിവെൻറ്റ്സ് എനി സിംഗിൾ ഇൻഡിവിജ്വൽ ഫ്രം ഹാവിങ് ടു മച്ച് പവർ ഇൻ ദ ഓർഗനൈസേഷൻ. അടുത്തത് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പെറൻസി മീൻസ് ദാറ്റ് the board of directors must disclose all relevant information to the stakeholders. They must communicate all the necessary financial and operational data to the stakeholders. They should not conceal any important information to maintain any secrecy. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ സുതാര്യത എന്നാണ് അർത്ഥം. ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ആൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്യാൻ വെളിപ്പെടുത്തുക. ദേ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ആൾ ദ നെസസറി ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡേറ്റ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ധനപരമായതും ഓപ്പറേഷണൽ ഡേറ്റയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ത്രൂ മീറ്റിങ്ങിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റ് കോൺഫറൻസിൽ കൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
They should not conceal any important information or maintain any secrecy. അതായത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒരിക്കലും സീക്രട്ടാക്കി വയ്ക്കുകയോ ഒളിപ്പിച്ചു വയ്ക്കുകയോ ചെയ്യരുത്. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വയ്ക്കുക അല്ലെങ്കിൽ മറച്ചു വയ്ക്കുക. ദേ ഷുഡ് നോട്ട് കൺസീൽ എനി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറിയേണ്ടതായിട്ടുള്ള ഈ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനോ അവരെന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ സീക്രട്ടാക്കി വയ്ക്കാനോ പാടുകയില്ല. കാരണം കോർപ്പറേഷൻസ് എന്നത് പ്രവർത്തിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണത്. ഓർഗനൈസേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ട റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നെസസറി ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡേറ്റ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ നെസസറി ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡേറ്റ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത്യാവശ്യമുള്ള ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡേറ്റ നിർബന്ധമായിട്ടും അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ ഷുഡ് നോട്ട് കൺസീൽ എനി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓർ മെയിൻറ്റെയിൻ എനി സീക്രസി. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മറച്ചു വയ്ക്കുകയോ സീക്രട്ടാക്കി വയ്ക്കുകയോ ചെയ്യുന്ന പ്രവണത ഉണ്ടാകരുത്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. They must protect all the stakeholders, especially the minority stakeholders. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. They must protect all the stakeholders, especially the minority stakeholders. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രത്യേകമായിട്ട് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ താരതമ്യേന ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞ മൂല്യത്തിലുള്ള ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ താരതമ്യേന മൂല്യം കുറഞ്ഞ ഷെയറുകൾ കൊണ്ടുവന്ന ആളുകളാകാം. അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ക്യാപിറ്റലിലേക്ക് കൂടുതൽ എമൗണ്ട് കൊണ്ടുവന്ന വ്യക്തിയും കുറഞ്ഞ എമൗണ്ട് കൊണ്ടുവന്ന വ്യക്തിയും രണ്ടുപേരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നർത്ഥം. അതായത് കൊണ്ടുവരുന്ന എമൗണ്ടിനോ അല്ലെങ്കിൽ മൂല്യത്തിനോ അനുസരിച്ച് വ്യക്തികളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ട്രീറ്റ് എവരി ഷെയർ ഹോൾഡേഴ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സ്പെഷ്യലായിട്ട് നമ്മൾ എസ്പെഷ്യലി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. ഷെയർ ഹോൾഡറുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈച്ച് ആൻഡ് എവരി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വെദർ ഇറ്റ് ഈസ് എ മെജോറിറ്റി ഷെയർ ഹോൾഡർ ഓർ മൈനോറിറ്റി ഷെയർ ഹോൾഡർ. മേജർ ഷെയർ ഹോൾഡർ ആയിക്കോട്ടെ മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറയുന്നത്. മസ്റ്റ് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ദേ മസ്റ്റ് പ്രൊട്ടക്ട് ആൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എസ്പെഷ്യലി ദ മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അടുത്തത് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അല്ല കണക്ക് പറയൽ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അല്ല, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ കണക്ക് പറയലെന്നാണ് സൂചിപ്പിക്കുന്നത്. The CEO and the board of directors must be made accountable for their actions to the stakeholders and to the entire society. CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മസ്റ്റ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ ഫോർ ദെയർ ആക്ഷൻസ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ടു ദ എൻറ്റയർ സൊസൈറ്റി. അവർ ചെയ്യുന്ന ആക്ഷനുകൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഷെയർ ഹോൾഡേഴ്സിനോടും എൻറ്റയർ സൊസൈറ്റിയോടും അവർ അക്കൗണ്ടബിൾ ആയിട്ട് മാറും, കണക്ക് പറയേണ്ടതായിട്ട് വരും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും നിർബന്ധമായിട്ടും സൊസൈറ്റിയോടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്, ഓണേഴ്സിനോടും അവർ നിർബന്ധമായിട്ടും കണക്ക് പറയേണ്ട ഒരു ബാധ്യത അവർക്ക് ഉണ്ടായിത്തീരും. അതാണ് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ എത്തിക്സ്. Corporate governance is based on ethics, moral principle and values. So the board of directors must avoid unfair practices ആണ് കേട്ടോ, തെറ്റിയതാണത്. ഇറ്റ് ഈസ് അൺഫെയർ പ്രാക്ടീസസ് എന്നാണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അൺഫെയർ പ്രാക്ടീസസ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അൺഫെയർ പ്രാക്ടീസസ്, ചീറ്റിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ എക്സെട്ര. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്, എത്തിക്സ്, മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് അവോയ്ഡ് അൺഫെയർ പ്രാക്ടീസസ് എന്നാണ്. അത് തെറ്റിയതാണ്, സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്, സോറി, ഇപ്പോഴാണ് കണ്ടത്.
നേരത്തെ കാണാൻ പറ്റിയില്ല, ഇപ്പോഴാണ് കണ്ടത്. മസ്റ്റ് അവോയ്ഡ് അൺഫെയർ പ്രാക്ടീസസ് എന്നാണത്. അൺഫെയർ പ്രാക്ടീസസ് അല്ലെങ്കിൽ തെറ്റായ പ്രാക്ടീസസിനെ അവോയ്ഡ് ചെയ്യുകയും ചീറ്റിങ്ങിനെയും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനെയും അവോയ്ഡ് ചെയ്യുകയും വേണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അൺഫെയർ പ്രാക്ടീസസ് അല്ലെങ്കിൽ തെറ്റായ പ്രവണതകൾ നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ വഞ്ചന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ചൂഷണവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എത്തിക്സും മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും കോർപ്പറേറ്റ് ഗവേണൻസിന് പ്രധാനപ്പെട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ മുഖമുദ്രയാണ് അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ പ്രതിഫലിപ്പിക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പിൾസും വാല്യൂസും മോറൽസിൻ്റെയും അല്ലെങ്കിൽ എത്തിക്സിൻ്റെയും ഒരു മുഖമുദ്രയാണ് അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അൺഫെയർ പ്രാക്ടീസസോ ചീറ്റിങ്ങോ അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനോ നടപ്പിലാക്കാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രവണത അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട 8 തരത്തിലുള്ള ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഒന്ന് എന്താ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആണ്. പിന്നെ ബേസ്ഡ് ഓൺ എത്തിക്സ് ആണ്. എത്തിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നീതി എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങളാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ബിസിനസ്സിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ. അപ്പോൾ ധാർമ്മികത ഒരിക്കലും കൈവിടാത്ത രീതിയിലായിരിക്കണം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അൺഫെയർ പ്രാക്ടീസസിനെയും ചീറ്റിങ്ങിനെയും എക്സ്പ്ലോയിറ്റേഷനെയും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ അൺഫെയർ പ്രാക്ടീസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സിഇഒയോ അൺഫെയർ പ്രാക്ടീസസോ ചീറ്റിങ്ങോ എക്സ്പ്ലോയിറ്റേഷനോ നടപ്പിലാക്കാൻ പാടില്ല. അതിനെ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ദേ ആർ അക്കൗണ്ടബിൾ ഫോർ ദ എൻറ്റയർ പബ്ലിക് ആൻഡ് സൊസൈറ്റി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എൻറ്റയർ പബ്ലിക്സിനോടും സൊസൈറ്റിയോടും അവർ അക്കൗണ്ടബിളായി മാറും, അല്ലെങ്കിൽ കണക്ക് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. കൺസിഡർ ഈച്ച് ആൻഡ് എവറി ഷെയർ ഹോൾഡർ ഈക്വലി. ഓരോ ഷെയർ ഹോൾഡറിനെയും ഈക്വലി കൺസിഡർ ചെയ്യുക, വെദർ ഇറ്റ് ഈസ് മൈനോറിറ്റി ഓർ മെജോറിറ്റി. മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആയിക്കോട്ടെ, മേജർ എമൗണ്ട് ഓഫ് മണി ക്യാപിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്ത വ്യക്തികളായിക്കോട്ടെ, ലോവർ എമൗണ്ട് പേ ചെയ്ത വ്യക്തികളായിട്ട് രണ്ടുപേരെയും ഈക്വലായിട്ട് അല്ലെങ്കിൽ ഓരോ ഷെയർ ഹോൾഡർമാരെയും സ്റ്റേക്ക് ഹോൾഡർമാരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ. ഈ പറഞ്ഞ പ്രത്യേകതകൾ കൂടാതെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് കൂടാതെ മറ്റെന്തൊക്കെ ഫീച്ചേഴ്സ് കോർപ്പറേറ്റ് ഗവേണൻസിനുണ്ട് അത് തന്നെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് തന്നെ വീണ്ടും ഒരു കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണ് എന്തൊക്കെ മറ്റ് പ്രത്യേകതകളുണ്ടെന്ന്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുവേഴ്സ് കോർപ്പറേറ്റ് സക്സസ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് സക്സസ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് സക്സസ്സും അതുപോലെ തന്നെ സാമ്പത്തികപരമായ വളർച്ചയും അവർക്ക് നേടിയെടുക്കാൻ കഴിയും. കോർപ്പറേറ്റിൽ സക്സസ് ആയി മാറും അല്ലെങ്കിൽ കമ്പനികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും നേടിയെടുക്കാൻ കഴിയും. സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ മെയിൻറ്റെയിൻസ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്, നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നല്ല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ അൺഫെയർ പ്രാക്ടീസസ് അതുപോലെ തന്നെ ചീറ്റിംഗ് എക്സ്പ്ലോയിറ്റേഷൻ ഇതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് എത്തിക്സിനനുസരിച്ചും മോറൽ പ്രിൻസിപ്പിൾസിനനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ അതിന് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനികൾക്ക് ക്യാപിറ്റൽ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും റേസ് ചെയ്യാൻ കഴിയും. മൂലധനം റേസ് ചെയ്യാൻ അവർക്ക് വളരെ ഈസി ആയിരിക്കും. കാര്യക്ഷമമായി റേസ് ചെയ്യാനും കാര്യക്ഷമമായി യൂട്ടിലൈസ് ചെയ്യാനും അവർക്ക് കഴിയും. ഇറ്റ് ലോവേഴ്സ് ദ ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ സമാഹരിക്കുന്നതിനുള്ള ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം ത്രൂ ഔട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്യാപിറ്റൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ദർ ഈസ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഷെയർ പ്രൈസ്. അതേപോലെ തന്നെ ഷെയറിൻ്റെ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷെയറിന് ഉയർന്ന വാല്യൂ കിട്ടും. മാർക്കറ്റിൽ ഷെയറിന് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എത്തിക്സ് ഫോളോ ചെയ്യുന്ന കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടും മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും അവരുടെ മാർക്കറ്റ് വാല്യൂ, ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്
ഇൻക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഉയർന്ന പ്രൈസ് അവർക്ക് സെയിൽ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ, പ്രൊഡക്ഷൻ ഗുഡ്സിൻ്റെ മുകളിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഷെയർ പ്രൈസിൻ്റെ മുകളിൽ ഉയർന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് അവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രാൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള നല്ല ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പബ്ലിക്സിൻ്റെ ഇടയിൽ നല്ല ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും ആഗോളതലത്തിൽ വികസനം കൊണ്ടുവരുന്നതിനും കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്രാൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നതിനും കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആറാമത് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് പ്രോപ്പർ ഇൻഡ്യൂസ്മെൻറ്റ് ടു ദ ഓണേഴ്സ് ആസ് വെൽ ആസ് മാനേജേഴ്സ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. അതായത് പ്രോപ്പർ ഇൻഡ്യൂസ്മെൻറ്റ് ടു ദ ഓണേഴ്സ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പ്രോപ്പർ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രേരണ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആസ് വെൽ ആസ് ദ മാനേജേഴ്സ്, ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ മാനേജേഴ്സിനും ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യവും നേടിയെടുക്കാൻ വേണ്ടി മാനേജേഴ്സിനെയും ഓണേഴ്സിനെയും നല്ല രീതിയിലുള്ള പ്രേരണ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊവൈഡ് ഹൈ ഇൻഡ്യൂസ്മെൻറ്റ് ടു ദ ഓണേഴ്സ് ആസ് വെൽ ആസ് മാനേജേഴ്സ്. ഓണേഴ്സിനും മാനേജേഴ്സിനും ഉയർന്ന ഇൻഡ്യൂസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓർഗനൈസേഷൻ്റെയും ഇൻട്രസ്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനും ഓണേഴ്സിനും പ്രോപ്പർ ഇൻഡ്യൂസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൾസോ മിനിമൈസസ് വേസ്റ്റേജസ്, കറപ്ഷൻ, റിസ്ക് ആൻഡ് മിസ്മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റേജുകളെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. അനാവശ്യമായിട്ട് റിസോഴ്സസ് നഷ്ടപ്പെടുന്നതും അനാവശ്യമായിട്ട് റിസോഴ്സസ് ഉപയോഗിക്കുന്നതിനെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് മണി അതുപോലത്തെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കള്ളപ്പണം, അതുപോലെ തന്നെ കള്ളത്തരത്തിൽ കൂടെ കാശ് സമ്പാദിക്കുക, കറപ്ഷൻ ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ബ്രൈബ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രൈബ് അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കൽ, അതുപോലെ തന്നെ കള്ളപ്പണം, ഇതുപോലുള്ള കറപ്ഷൻ ആക്ടിവിറ്റികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനികളിൽ കറപ്ഷൻസ് എന്നുള്ള പ്രവർത്തനങ്ങൾ താരതമ്യേന മിനിമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസിങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിനും കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് മിനിമൈസസ് വേസ്റ്റേജുകൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്, കറപ്ഷൻ മിനിമൈസ് ചെയ്യുന്നുണ്ട്, റിസ്ക്കുകൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല, റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. റിസ്ക് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഓഫ് ലോസ് അറൈസിങ് ഇൻ ഫ്യൂച്ചറാണ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തിൻ്റെ സാധ്യതയാണ്. നഷ്ടം എന്തായാലും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എപ്പോഴാണ് ഉണ്ടാവുക, എപ്പോഴാണ് അൺസർട്ടനിറ്റി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് റെഡ്യൂസിങ് എന്നുള്ളത് പോസിബിളായിട്ട് മാറും. അതുപോലെ തന്നെ മിസ്മാനേജ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്യാം. ഇറ്റ് എൻഷുവേഴ്സ് ദ ഓർഗനൈസേഷൻ മാനേജ്ഡ് ഇൻ എ മാനർ ദാറ്റ് ഫിറ്റ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആൾ. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ്, അത് ഉറപ്പുവരുത്തുന്നു, ഓർഗനൈസേഷൻ മാനേജ്ഡ് ഇൻ എ മാനർ ദാറ്റ് ഫിറ്റ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആൾ. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫ്യൂ ടോപ്പ് മാനേജേഴ്സ് ബട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എൻ്റയർ പബ്ലിക് ആൻഡ് ദ സൊസൈറ്റി. ടോപ്പ് മാനേജേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, പകരം ആ ഓർഗനൈസേഷനുമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ എൻ്റയർ സൊസൈറ്റിയുടെയും പബ്ലിക്സിൻ്റെയും ബെസ്റ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ദാറ്റ് ഫിറ്റ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ആൾ. ആ ഓർഗനൈസേഷനെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ പ്രാപ്തിയാക്കാൻ കഴിയുന്ന രീതിയിൽ ഫിറ്റായാണ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഉറപ്പിക്കാൻ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ്
സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കോർപ്പറേറ്റ് എന്നുള്ള വാക്കിൽ നിന്നും ഗവേണൻസ് എന്ന വാക്കിൽ നിന്നാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്ക് വന്നതെന്ന് പറഞ്ഞു. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന എല്ലാ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കോർപ്പറേഷൻസ് ഉണ്ടാവും. അതായത് എന്തൊക്കെയാണ്? റൈറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, ഓൺ അസറ്റുകൾ ഓൺ ചെയ്യാം, പേ ടാക്സസ് പേ ചെയ്യണം, അതുപോലെ തന്നെ ലെവി അസറ്റ്സ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു ഇൻഡിവിജ്വൽ പ്രോസസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂ ചെയ്യുകയും സ്യൂ ചെയ്യപ്പെടുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കോർപ്പറേഷൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യും കൺട്രോൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ മാനറിനെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ആ ഓർഗനൈസേഷനിലുള്ള ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ബൈലോസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ഇറ്റ് ഈസ് ബേസ്ഡ് അണ്ടർ ദ മോറൽ പ്രിൻസിപ്പിൾസ്, എത്തിക്സ് ആൻഡ് വാല്യൂസും എത്തിക്സും മോറൽ പ്രിൻസിപ്പിൾസും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതും അതിൻ്റെ കമ്പനികളുടെ ഫീച്ചേഴ്സ്, കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അതൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ള ഭാഗവുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിസ്റ്റമാറ്റിക് ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആണ്, അതുപോലെ തന്നെ പിന്നെന്താണ്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഓരോ ഡയറക്ടേഴ്സിനും അക്കൗണ്ടബിലിറ്റി ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആണ്, ബേസ്ഡ് ഓൺ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക, എന്നിട്ട് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ത്രൂ ഔട്ട് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.